ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് പറഞ്ഞ് വന്നേക്കണതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓയിലില്ല വണ്ടിക്കകത്ത്. ഇത് സെയിം കംപ്ലയിൻറ്റ് നമ്മൾ ഇതിക്ക് മുമ്പും സർവീസിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി നമുക്ക് സർവീസിന് കയറിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അന്നും സെയിം കംപ്ലയിൻറ്റ് തന്നെ പറഞ്ഞായിരുന്നേ. അതിനുശേഷം ഇപ്പോൾ ഒരു കൊല്ലമായി. ഇപ്പോഴും സെയിം പ്രോബ്ലം തന്നെയാണ് വന്നേണേ. അപ്പോൾ അന്ന് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓയിൽ ചേഞ്ചിൻ്റെ കേസൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ കറക്റ്റായിട്ട് നോക്കണ കേസൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടായി. എനിക്കൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായില്ല, നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായില്ല. ഓൾറെഡി നിലവിൽ സംഭവിച്ചാണെന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ തേയ്മാനം വന്നിട്ടുണ്ട്. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്താണ് സിലിണ്ടർ പിസ്റ്റൺ വരാം. അത് ഡാമേജ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ട് നിലവിൽ. അത് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് അഴിച്ച് ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എൻജിൻ ഫുൾ വർക്കിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കണമെങ്കിൽ തന്നെ പെർമിഷൻ കിട്ടിയാലേ നമുക്ക് അഴിച്ച് നോക്കാൻ പറ്റുള്ളൂ. ഇത് ഈ രീതിയിൽ ഓടിച്ചാൽ ഫുള്ള് എൻജിൻ ഡാമേജ് ആവും. കാരണം ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ആകെ കൂടി ഇത്രേ ഓയിലുള്ളൂ. ഇതേപോലെ തന്നെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടാവും. കാരണം ലെവൽ കുറഞ്ഞ് പോകുമ്പോൾ എൻജിൻ പെട്ടെന്ന് ഹീറ്റിങ്ങിലേക്ക് പോകും. പിസ്റ്റണൊക്കെ ശരിക്കും അലുമിനിയം പിസ്റ്റൺ വരാം. അപ്പോൾ അതൊക്കെ സ്ക്രാച്ച് ആവാനായിട്ട് അലുമിനിയത്തിൻ്റെ കേസ് അറിയാമല്ലോ, കുറച്ച് ചൂടാകുമ്പോഴത്തേക്കും ലൂബ്രിക്കേഷനോ ആ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അലുമിനിയം ബോറിൽ പിടിക്കാനായിട്ട് സാധ്യത 99% ആണ്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യക്ഷത നമുക്ക് അതിനകത്ത് മനസ്സിലാവാം. അത് അഴിച്ചു നോക്കിയാലാണ് നമുക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് കണക്കാക്കിയിട്ടാണ് കയറ്റിയത്. പക്ഷേ ഇത് ഈ കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് വ്യത്യാസം ഉള്ളതുകൊണ്ടുമാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോക്കിയിട്ട് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ, അപ്പോൾ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. എന്തായാലും പൈസ ചിലവുള്ള കേസാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് അഴിക്കണമെങ്കിൽ അഴിച്ചു നോക്കാം. എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം കേട്ടോ.